പി സി ജോർജ് റിമാൻഡിൽ എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു പി സി ജോർജിന്റെ എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോൾ വരുന്നത്. അങ്ങനെയെങ്കിൽ പി സി ജോർജിനെ സംബന്ധിച്ചോളം തിരിച്ചടിയാണ്. മാർച്ച് 10 വരെ, അടുത്ത മാസം 10-ാം തീയതി വരെ പി സി ജോർജ് റിമാൻഡിൽ പോവുകയാണ്. പി സി ജോർജ് ഇന്ന് നടത്തിയ നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ വിചാരിച്ചു പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കൈമാറുമ്പോൾ വളരെ പരിമിതമായ സമയം മാത്രമേ ഉള്ളായിരുന്നു. ആ പരിമിതമായ സമയത്തിൽ എന്തായാലും പോലീസിനെ സംബന്ധിച്ചോളം അവരുടെ ഈ കേസിലെ ഗൗരവം ചൂണ്ടിക്കാട്ടിയിരിക്കണം. ആ ഗൗരവം ഇനി എടുക്കേണ്ട ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ വളരെ പ്രധാനമാണ്, പരമപ്രധാനമാണ്. ഒപ്പം എന്താണ് സാഹചര്യം, മുൻപും ഇത്തരത്തിലുള്ള ചെയ്തികളും പരാമർശങ്ങളും നടത്തിയ വ്യക്തിയാണ്. പുതിയ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു പ്രതികരണമല്ല. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചോളം രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ സാധാരണക്കാരൻ പറയുന്നതിനപ്പുറത്തേക്ക് ആ വാക്കുകൾക്ക് മൂർച്ചയുണ്ട്. ഇത് വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല എന്നടക്കം ശക്തമായ സന്ദേശങ്ങൾ വരേണ്ടതായ കേസായി മാറുന്നു എന്ന് കൂടി പറയാം. എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, പി സി ജോർജ് അങ്ങനെ 14 ദിവസം റിമാൻഡിലേക്ക് പോവുകയാണ്. വിവരങ്ങൾ 10-3 വരെയാണ് പി സി ജോർജിനെ ഈരാറ്റുപേട്ട കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ പി സി ജോർജിനെ വിട്ടിരിക്കുന്നത്. പി സി ജോർജിനെ വിശദമായി തന്നെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ കാര്യമാണ്. നേരത്തെ കോട്ടയം സെഷൻസ് കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും പി സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിനുശേഷം ഇവിടെ കീഴടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കോടതിയിലാണ് കീഴടങ്ങിയത്. തുടർന്ന് പിന്നീട് കോടതിക്ക് മുന്നിലായിരുന്നു കാര്യങ്ങൾ. കോടതിയിൽ ശ്യാം ഉണ്ടായിരുന്നു. ശ്യാം, പി സി ജോർജ് ജാമ്യാപേക്ഷ മുന്നോട്ട് വെക്കുന്നു, പക്ഷേ അത് കോടതി പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ റിമാൻഡിൽ പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും, അതായത് ഈ കോടതിയിൽ പി സി ജോർജ് രാവിലെയോടുകൂടി വരുമ്പോൾ അതായത് നിയമം നടപ്പാക്കാൻ, നിയമത്തെ അനുസരിച്ചുകൊണ്ടാണ് താൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോടതിയിലേക്ക് കയറുന്നത്. തുടർന്ന് കോടതിയിൽ പിന്നീട് അതായത് നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് കോടതിക്ക് മുമ്പിൽ രാവിലെ കണ്ടത്. അതായത് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങും എന്ന് പറയുന്ന പി സി ജോർജ് വീട്ടിൽ നിന്ന് BJP പ്രവർത്തകർക്കൊപ്പം അനുഗമിക്കുന്നു എന്ന് പറയുന്നു. അതേസമയത്തേക്ക് ഈരാറ്റുപേട്ട CI അടക്കം വന്നിട്ട് പറയുന്നു അത്തരത്തിലൊരു പ്രകടനവുമായിട്ടൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഒരു അനുമതിയില്ലാതെ പ്രകടനം വന്നു കഴിഞ്ഞാൽ കർശനമായ രീതിയിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. തുടർന്ന് വലിയ ഒരു പാർട്ടി പ്രവർത്തകർ പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആ ഘട്ടത്തിലാണ് പി സി ജോർജിൻ്റെ അഭിഭാഷകൻ കോടതിയിലേക്ക് എത്തുന്നു. സിറിൽ മണവാളൻ, അതോടൊപ്പം തന്നെ മരുമകൾ പാർവതിയും ഈരാറ്റുപേട്ട കോടതിയിലെത്തുന്നു. അതിനുശേഷം ഏകദേശം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പി സി ജോർജ് റിമാൻഡിലേക്ക് പോയിരിക്കുന്നു.